ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ആൾക്കാർ വിളിച്ചിട്ട് സാധനം വേണമെന്നാണ് ചോദിക്കുന്നത്. മറ്റേ സാധനം തന്നെ, കഞ്ചാവ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കേൾപ്പിക്കാൻ വേണ്ടി വിളിക്കാം കേട്ടോ. ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അവിടെ നിന്ന് പാടുക കേട്ടോ. എല്ലാവരും നല്ല അടിച്ച് കിറങ്ങിയിരിക്കാൻ തോന്നും കേട്ടോ. നമ്മളങ്ങനെ തോണിയിലേക്ക് കയറുക കേട്ടോ. അറ്റത്തെവിടെയെങ്കിലും പോയിരിക്കാം. നമസ്കാരം. വയനാട് പുൽപ്പള്ളിയിലാട്ടുള്ളത്. സമയം ഉച്ചയ്ക്ക് 11 മണി കഴിഞ്ഞു. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലെ പെരിക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. അപ്പോൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. നമുക്ക് പോകാനുള്ള വണ്ടി ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെരിക്കല്ലൂരിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ. പെരിക്കല്ലൂരിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബസ് ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ പ്രവാസി ഈ കിടക്കുന്ന വണ്ടിക്കാണ് നമുക്ക് പോകേണ്ടത്. ഫ്രണ്ട് സീറ്റിലേക്കാണ് ഇരുന്നു കേട്ടോ. വണ്ടിയിൽ വേറെ ആരുമില്ല ഇപ്പോൾ, മൊത്തം കാലി കേട്ടോ. ഈ വണ്ടി ഇവിടുന്ന് 12:10 എടുക്കുള്ളൂ. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടു പോവാം. സമയം 12:15. നമ്മുടെ വണ്ടി ഇതാ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടോ. നമ്മളിനി നേരെ പെരിക്കല്ലൂരിലേക്ക്. അവിടെ വേറെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നതാണ് നമുക്ക്. വണ്ടി ഭയങ്കര പതുക്കെയായിട്ട് പോകുന്നത്. നമ്മളൊരു ജംഗ്ഷനിലെത്തി. ഇതാണ് പുൽപ്പള്ളി ടൗൺ. പുൽപ്പള്ളി റൗണ്ടാട്ടത്. ഈ കാണുന്നതാണ് മുള്ളംകൊല്ലി ടൗൺ കേട്ടോ. നമുക്കിത് അവിടെ നിന്ന് തിരിഞ്ഞ് ഈ ഒരു വഴിയാണ് പോകുന്നത്. അടുത്തതാണ് നമ്മുടെ പെരിക്കല്ലൂർ. നമ്മളങ്ങനെ പെരിക്കല്ലൂർ എത്തിട്ടോ. ഈ കാണുന്നതാണ് പെരിക്കല്ലൂർ ലാസ്റ്റ്. നമ്മൾ വന്ന വണ്ടി ആട്ടേ കിടക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞ് കടയൊക്കെ ഉണ്ട്, ഇത് അടച്ചേക്കാട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് പെരിക്കല്ലൂർ കടവൊക്കെ വരുന്നത്. മെയിൻ കാഴ്ചകളൊക്കെ അങ്ങോട്ടാട്ടോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഒന്നുമില്ല, എന്നാലും അടിപൊളിയാട്ടോ. പോയി നോക്കാം നമുക്ക്. ഈ വണ്ടി എപ്പോഴും ഇനി ഇവിടുന്ന് എടുക്കുന്നത്? 12:57 എടുക്കില്ല. ഇത് നമ്മൾ വന്ന വണ്ടി ഇതാട്ടോ. ഇനി 12:57 ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലെങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് വരാം. ഇവിടെ വേറൊരു ബിൽഡിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കട. ഇതിനപ്പുറത്തേക്ക് പുഴ കേട്ടോ. കബനി നദിയാണ് ആ ഒരു സൈഡിലേക്ക് കാണുന്നത്. ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. നമുക്കെന്തായാലും ഇതിലെങ്ങനെ നടക്കാം ആദ്യം. നമ്മളിതാ ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. ആ ഒരു ഭാഗത്ത് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്ന് വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ ഇട്ടതാ വേറൊരു കുഞ്ഞ് കടവ് കാണാം കേട്ടോ. അടിപൊളി. ഇതിലെങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകാം നമുക്ക്. ഇവിടെയും കാണാട്ടെ നമുക്ക് കബനി നദിയുടെ വേറൊരു ഭാഗം. ഒരു ഭാഗത്തേക്ക് ഇതുണ്ടല്ലേ, നല്ല തണുപ്പാണ് ഇവിടെ. ഒരു ഭാഗത്തേക്ക് നല്ല തണുപ്പാണ്. ഇവിടെ എരുമേനൊക്കെ കുളിപ്പിക്കുന്നുണ്ട്. ആൾക്കാരെങ്കിലുമൊക്കെ കാണേണ്ടതാണ്. ഇവിടെ ഒരു എരുമയൊക്കെ കിടക്കുന്നു. ഇവിടെ അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കിയേ, അടിപൊളിയല്ലേ. കബനി നദിയുടെ നല്ല അടിപൊളി കാഴ്ച. കടവൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്ക് കേട്ടോ. അതിലെങ്ങനെ പോയിട്ട് ആ ഒരു സൈഡിലാണ് കടവൊക്കെ വരുന്നത്. അവിടെ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം.
നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് പെരിക്കല്ലൂർ കടവിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ. അവിടെയാണ് മെയിൻ കാഴ്ചകളും. അവിടുന്ന് നമുക്ക് പുഴ ക്രോസ് ചെയ്തിട്ട് കർണാടകയിലേക്ക് പോകാൻ പറ്റും. നമ്മുടെ ബൈരക്കുപ്പ ഭാഗത്തേക്ക് പോകാൻ പറ്റും കേട്ടോ, തോണിയിൽ. അതിൻ്റെ കാഴ്ചകളൊക്കെ ആ ഒരു ഭാഗത്താണ്. ഇവിടെയൊക്കെ മറ്റേ മുളയുടെ ഇല വീണിട്ട് അടിപൊളിയായിട്ട് കാണാൻ. ഇവിടെ ഇതേപോലത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണട്ടെ നമുക്ക് പുഴയിനോട് ചേർന്ന്. ഇത് പഴയ ക്ഷേത്രം പോലത്തെ എന്തോ സംഭവം തോന്നുന്നു. അപ്പോൾ ആരും ഇല്ല കേട്ടോ ഇവിടെ. നമ്മളിതാ ഈ ഒരു വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സൈസിൻ്റെ വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ കർണാടകയിൽ നിന്ന് വിലക്കുറവിന് മദ്യം അതുപോലെ കഞ്ചാവ് ഐറ്റങ്ങളൊക്കെ ഈ ഒരു പുഴ കടത്തി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് എപ്പോഴും എക്സൈസിൻ്റെയും പോലീസിൻ്റെ ഒക്കെ ഈ ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അവിടെയും കാണാം നമുക്കൊരു ബിൽഡിങ്. ഇവിടെ അങ്ങനെ ഒരുപാട് കടകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു കുഞ്ഞ് ഹോട്ടലുണ്ട്. പിന്നെ നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു കട കേട്ടോ. നമ്മളിത് ഏകദേശം കടവിൻ്റെ ഭാഗത്തേക്ക് എത്തി, പെരിക്കല്ലൂർ കടവ്. ഇവിടെ നമുക്കൊരു ബിൽഡിങ് കാണാം, പക്ഷെ ഒന്നും ഓപ്പൺ അല്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ കബനി നദിയുടെ സൈഡിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഇവിടെ ആയിട്ട് ഓട്ടോ സ്റ്റാൻഡ് എന്നൊരു ബോർഡൊക്കെ കാണാം നമുക്ക്. ഓട്ടോ സ്റ്റാൻഡ് വണ്ടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെ താഴത്തേക്കാണ് നമ്മുടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെ കാണാട്ടോ നമുക്ക്. ഇതിലെങ്ങനെ ഇറങ്ങാനുള്ള വഴിയൊക്കെ ഭയങ്കര അടിപൊളി സ്ഥലമായിട്ടത്. നല്ല അടിപൊളി ഒരു മരം ഇവിടെ നമുക്കൊരു ബോർഡൊക്കെ കാണാം കേട്ടോ. കുറേ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിട്ട്, അതുപോലെ തോണിയുടെ നമ്പർ, ഉടമസ്ഥൻ്റെ പേര്, മേൽവിലാസം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലെങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകട്ടോ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് ഷെഡുണ്ട് താഴത്ത് അവിടെയായിട്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് തോണിയിലേക്ക് കയറാൻ. ഇവിടുന്ന് നേരെ ബൈരക്കുപ്പയിലോട്ടോ കേട്ടോ തോണി തുഴഞ്ഞ്, അതായത് പുഴയുടെ അപ്പുറം ബൈരക്കുപ്പയാണ് വരുന്നത്, നമ്മുടെ കർണാടക. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇതിലെങ്ങനെ പോകട്ടെ. തോണി ഇതവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തു നിന്ന് ഇറങ്ങി ഈ ഒരു പുഴയുടെ സൈഡിലേക്ക് വന്നു കേട്ടോ. തോണികളൊക്കെ ആ സൈഡിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരട്ടെ. ഈ കാണുന്ന കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ടത്. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് ആ ഒരു സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത്. അതായത് അവിടെ ചെന്നിട്ട് എടുക്കേണ്ടത് കേട്ടോ. തിരിച്ച് വരുമ്പം ഇവിടെ പൈസ കൊടുക്കണം. അങ്ങോട്ട് 10 ഇങ്ങോട്ട് 10 അങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് വേണം നമുക്ക് പോകാൻ. നല്ല വെയിലാട്ടോ. സമയം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞു, 1 മണിയൊക്കെ ആവാറായി തോന്നുന്നു. അതിന് നല്ല വെയിലാട്ടോ. അവിടെ കാണാം നമുക്ക് തോണികൾ ഒരുപാട്. ഈ ഒരു ഭാഗത്തും കാണാം കേട്ടോ നമുക്ക് തോണികൾ. ഇതിലൊരു മഞ്ഞ തോണിയൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ മിന്നൽ മുരളിയിൽ ടൊവീന തോണിയിൽ വരുന്ന സീനൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഒന്നെങ്കിൽ ആ ഒരു സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന്. ആ ഒരു തോണിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഏതാ നമുക്ക് അന്വേഷിച്ചിട്ട് നോക്കാം. ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഒരു തോണി. എന്തായാലും അങ്ങനെ അടിപൊളി കാഴ്ചട്ടോ. ഇവിടുന്ന് നമ്മളങ്ങനെ തോണിയിലേക്ക് കയറാം കേട്ടോ. അറ്റത്തെവിടെയെങ്കിലും പോയിരിക്കാം. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അടിപൊളി. ഒരുപാട് കാലത്തിന് ശേഷം തോണി കയറുന്നു. അങ്ങനെ നമ്മൾ കബനി നദി ക്രോസ് ചെയ്ത് പോകുന്നു. നമ്മളെ ഏകദേശം നടുഭാഗത്ത് എത്തിയിട്ടാണ്. അവിടെയായിട്ട് നമുക്ക് കര കാണാം. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, ബൈരക്കുപ്പ ആ ഒരു ഭാഗത്തേക്ക്. ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ. നല്ല വെയിലാണ്, ഭയങ്കര വെയിലാട്ടോ. ആ ഒരു സൈഡിലൊക്കെ ആൾക്കാരിരിക്കുന്നതാണ് നമുക്കവിടെ. നമ്മളങ്ങനെ ഹിക്കരയ്ക്ക് ഒന്ന് കയറി കേട്ടോ. നമ്മൾ വന്ന തോണിയിലാണ് പോകുന്നത്. ഇപ്പോൾ കുറേ മഞ്ഞ തോണികൾ കിടക്കുന്നതാണ് കേട്ടോ നമുക്ക്. ഇതിലേതോ ആണ് ടൊവീന വന്ന തോണി. അതായത് മിന്നൽ മുരളിയിൽ ടൊവീന പോകുന്ന തോണി ഇതിലേതോ ഒന്നാണ് കേട്ടോ. ആ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി നമുക്ക് ഇതിലെങ്ങനെ കയറി മേളിലേക്ക് പോവാം. അവിടെ നമുക്ക് ബൈരക്കുപ്പയുടെ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. ആ ഒരു സൈഡിലായിട്ട്
ഇവിടെ കേട്ട് ഒരുപാട് പേരൊക്കെ വിശ്രമിക്കുന്നത് കാണാം നമുക്ക്. ഇവിടെ അങ്ങോട്ടുള്ള കാഴ്ച നോക്കി അടിപൊളിയാട്ടോ. അത് ആ ഒരു ഭാഗത്തുനിന്ന് ഇനി ഇങ്ങോട്ട് കയറാം കേട്ടോ. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഇത് മറ്റേ ഹോട്ടലാട്ടോ, സഞ്ചരിക്കുന്ന ഹോട്ടൽ. വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും തുറക്കുന്നത്. ഈ ബംഗാളീസിനൊക്കെ വേണ്ടിയുള്ള സാധനമാണ് തോന്നുന്നു കേട്ടോ. ഇവിടെയായിട്ട് കിടക്കുന്ന കാണാം നമുക്ക് ഇതിലാണ് ഇനി മുകളിലേക്ക് കയറേണ്ടത്. അതുപോലെ ഇവിടെ കേട്ട് എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നതാണ് നമുക്കിതിലെങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബൈരക്കുപ്പ് ഭാഗത്തേക്ക് എത്താൻ പറ്റും. ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ആൾക്കാർ വിളിച്ചിട്ട് സാധനം വേണമെന്നാണ് ചോദിക്കുന്നത്. മറ്റേ സാധനം തന്നെ, കഞ്ചാവ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലെങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബൈരക്കുപ്പ് ഭാഗം കേട്ടോ. അങ്ങോട്ട് നമ്മളിതാ ആ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ കയറി വന്നത്. ഇതെവിടെയായിട്ട് നമുക്കൊരു ചെറിയൊരു കട കാണാം കേട്ടോ. അത് ഇവിടുത്തെ മാർക്കറ്റ് എന്താണെന്ന് തോന്നുന്നു. ഈ ഒരു സൈഡിലായിട്ട് കാണാം കേട്ടോ. ഇവിടുത്തെ കുഞ്ഞ് കടയിട്ടത്. ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളെ പാട്ട് പാടി കേൾപ്പിക്കാൻ വേണ്ടി വിളിക്കാം കേട്ടോ. ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അവിടെ നിന്ന് പാടുക കേട്ടോ. എല്ലാവരും നല്ല അടിച്ച് കിറങ്ങിയിരിക്കാൻ തോന്നും കേട്ടോ. അതുപോലെ ഇവിടെ കേട്ട് നമുക്ക് കുറച്ച് കടകളൊക്കെ കാണാം. ഈ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ. നമുക്ക് കുഞ്ഞു കുഞ്ഞു കടകൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ സംഭവം സാധനം വേണമെന്ന് ചോദിക്കും കേട്ടോ. അത് തന്നെയാണ് പ്രശ്നം ഇവിടുത്തെ. ഒന്നുകിൽ കഞ്ചാവ് അല്ലെങ്കിൽ കള്ള്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോണവരൊക്കെ എക്സൈസുകാരൊക്കെ ചെക്ക് ചെയ്തിട്ട് വിടുള്ളൂ കേട്ടോ. അതുപോലെ ഇവിടെയൊക്കെ കാണാം നമുക്ക് കുഞ്ഞ് ഹോട്ടലും കാര്യങ്ങളൊക്കെ. ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് ചെറിയ ടൗണും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതുപോലെ അവിടെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സൈഡിൽ. ഇവിടെയൊക്കെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ അടവാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഇന്നൊരു വെള്ളിയാഴ്ച കേട്ടോ. അതുകൊണ്ട് ഈ ഭാഗത്തെ കടകളൊക്കെ അടവാട്ടോ. ഈ ഭാഗത്ത് നല്ല എല്ലാ ഭാഗത്തെയും കടകൾ ഈ ഒരു സമയത്ത് അവധിയായിരിക്കും. ഇവിടെയൊക്കെ കാണാം നമുക്ക് ഒരുപാട് കടകൾ. ഈ ഒരു ഭാഗത്തെ വീടുകളൊക്കെ ഉണ്ടല്ലേ, കുഞ്ഞു വീടുകൾ കേട്ടോ. ആ ഒരു സൈഡിലേക്ക് കാണാം നമുക്ക്. അതുപോലെ ഇങ്ങോട്ട് ഫോറസ്റ്റ് ആട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക്. അതുപോലെ ഫോറസ്റ്റിൻ്റെ ബിൽഡിങ്ങൊക്കെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക്. നമ്മളിതാ ആ ഒരു ഭാഗത്തുനിന്ന് നടന്ന് ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വന്നേക്കാം കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. പക്ഷേ മൊത്തം കഞ്ചാവ് അടിച്ച് കിറങ്ങി നടക്കുന്ന ടീംസാന്ന് തോന്നുന്നു കേട്ടോ. കൂടുതൽ ബംഗാളീസാണ്, പിന്നെ ഇവിടുത്തെ ആൾക്കാരും ഉണ്ട് കേട്ടോ. ആര് വന്നിറങ്ങിയാലും ആദ്യം ചോദിക്കുന്നത് സാധനം വേണോ, കള്ള് വേണോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ വരുന്നവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ബാഗും ലഗേജൊക്കെ സൂക്ഷിക്കുക. അവരെ ഇവിടുന്ന് അങ്ങോട്ട് കടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സാധനം ബാഗിലൊക്കെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് കുഴപ്പമാണെന്ന് കേട്ടോ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുണ്ടല്ലോ നല്ല കാടാട്ടോ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട്. അവിടുത്തെ ഒരുപാട് പേരെ കാണാം നമുക്ക്. നമ്മൾ ആ ഒരു സൈഡിൽ നിന്നൊക്കെ ആയിരുന്നു ഇങ്ങോട്ട് നടന്നു വന്നത്. ഇവിടുത്തെ പലചരക്കടകളൊക്കെ ആട്ടത്, കുഞ്ഞു കുഞ്ഞു കടകൾ, ചെറിയൊരു വില്ലേജ് ആട്ടത്. അതുപോലെ ഈ ഒരു ഭാഗത്തും കാണാം ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സൊക്കെ കാത്തിരിക്കുകയായിരിക്കും എങ്ങോട്ടേലും പോകാൻ കേട്ടോ. ഇതിൽ നമ്മുടെ ഒരു KSRTC ഇതിലെ സർവീസ് ഉണ്ട് കേട്ടോ. അത് ടൈമൊന്നും അറിയില്ല. ഇതിലെന്തായാലും സർവീസ് ഉണ്ട്. അതുപോലെ കുഞ്ഞു ബസ്സുകളൊക്കെ കാണുമായിരിക്കും കേട്ടോ. പ്രൈവറ്റ് ബസ് കാത്തിരിക്കാൻ തോന്നുന്നു. നമുക്കിതാ ഇതിലാണ് ഇനി പോകേണ്ടത്. നമ്മൾ കയറി വന്ന വഴിയൊക്കെ എന്ന് തന്നെ കേട്ടത്, സെയിം വഴി തന്നെ. ഈ ഒരു വഴി തന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകണ്ട. അവിടെയായിട്ട് നമുക്ക് പുഴ കാണാം, കബനി നദി. നമുക്ക് എന്തായാലും ഇതിലെങ്ങനെ കുറച്ച് നടന്നിട്ട് വരാം കേട്ടോ. ഇനി ഇവിടുത്തെ ഒരു ചിക്കൻ കട കേട്ടത്, പഴയ മോഡൽ കട, പലകൊക്കെ വെച്ചിട്ട് അടയ്ക്കുന്ന കട കേട്ടോ. നമ്മളിത് ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നേ കേട്ടോ. ഇവിടെയും കാണാം നമുക്ക് കുറേ പേര് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കിതിലെങ്ങനെ നടന്നിട്ട് വരാം കേട്ടോ. ഇവിടെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കാഴ്ചകളൊന്നുമില്ല. നമുക്കെന്തായാലും ഇതിനെ കുറച്ചിങ്ങനെ നടന്ന് നോക്കാം. കുറച്ച് എന്തൊക്കെ ഷോപ്പ്, എന്തൊക്കെ ഷോപ്പൊക്കെ കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം ക്ലോസ് ചെയ്തേക്കാണ്. ആ ഒരു ഭാഗത്തു നിന്ന് കുറേ ഇങ്ങോട്ട് വന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒരു കാഴ്ചകളും ഇല്ല ഇവിടെ. ഇതേപോലെ കുറേ റോഡ് കാണാം. അതുപോലെ അങ്ങോട്ട് കുറേ ഒഴിഞ്ഞ പറമ്പുകൾ കാണാം കേട്ടോ. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നമ്മുടെ കടവിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോകാം. എന്നിട്ട് അങ്ങോട്ട് തന്നെ പോകാം. അതായിരിക്കും നല്ല കേട്ടോ. ഇവിടെ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. കടകൾ പോലും തുറന്നിട്ടില്ല കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്നും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ അങ്ങോട്ട് തന്നെ പോകാട്ടെ. ഇനി ഈ ഒരു സൈഡിൽ കൂടെ നമ്മളങ്ങനെ തിരിച്ച് കടവിലേക്ക് എത്തിട്ടോ. ഒരു തോണി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു തോണി കയറിയിട്ട് തന്നെ അപ്പുറത്തേക്ക് പോകട്ടോ. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഹോട്ടലല്ല കേട്ടോ മറ്റേ സംഭവം, അത് തുറന്ന് വരുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു തോണി കയറിയിട്ട് കബനി നദി ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാം കേട്ടോ. നല്ല വെയിലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അതുണ്ടല്ലോ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച. അപ്പോൾ ഇവിടെ വന്നുള്ള മെയിൻ പ്രശ്നം അത് തന്നെയാണ് കേട്ടോ. എക്സൈസിൻ്റെ ചെക്കിങ് എന്തായാലും ഉണ്ടാവും. നമ്മൾ തിരിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ കേട്ടോ. സാധനം വേണമെന്ന് എന്തായാലും വന്ന് ചോദിക്കും.
അതൊക്കെ സൂക്ഷിക്കട്ടെ, വേറെ പ്രശ്നമൊന്നുമില്ല. അതൊരു തോണി വരുന്നുണ്ട്, നമുക്ക് ഈ ഒരു തോണി കയറിയിട്ട് ആ ഒരു സൈഡിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ തോണി കയറി ഇപ്പുറത്തേക്ക് എത്തിട്ടോ. ഇപ്പുറത്തേക്ക് വരുന്ന വീഡിയോ നമ്മൾ എടുത്തില്ല, സെയിം തന്നെയല്ലേ, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നൊന്നും എടുത്തില്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് വന്ന് ഇറങ്ങി നമ്മൾ വന്ന തോണിയാട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ നമ്മൾ ബസ് ഇറങ്ങിയ ഭാഗത്തേക്ക് പോകണം. ഇവിടെ ഉള്ളൊരു കടയാട്ടോ ഇത്. ഈ ഒരു കട മാത്രമേ ഈ ഒരു ഭാഗത്തുള്ളൂ. ഇനി അങ്ങോട്ട് കടകളുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് റോഡൊക്കെ കാണാം നമുക്ക്. ഇവിടെ ഇട്ട് നമുക്ക് കട കാണാം കേട്ടോ. നമ്മളിതാ തിരിച്ച് ബസ് ഇറങ്ങിയ ഭാഗത്തേക്ക് പോകാം കേട്ടോ. നമ്മളിതാ ഈ ഒരു സൈഡിലായിട്ട് കബനി നദിയുടെ ഭാഗങ്ങളൊക്കെ കാണാം നമുക്ക്. ഇവിടെ ഇട്ട് ഒഴുകുന്നത് കാണാം കേട്ടോ, കബനി നദി. ഇവിടെയൊക്കെ ഫെൻസിങ് ഒക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് ചാടാതിരിക്കാനായിരിക്കും. ചെറിയ റോഡാട്ടത്, ചെറിയൊരു റോഡ്. ഈ ഭാഗത്തേക്കൊക്കെ വീടുകളും കാണാം. ഭയങ്കര ചെറിയൊരു വില്ലേജ് ആട്ടത്, കുറച്ച് നല്ല ആൾക്കാരും കുറച്ച് ചെറിയ വീടുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഗ്രാമം കേട്ടോ. ഒറ്റ പ്രശ്നമുള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനം കേട്ടോ, അതിവിടെ വരുമ്പോൾ സൂക്ഷിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഏകദേശം നമ്മുടെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡല്ല കേട്ടോ, ബസ് സ്റ്റോപ്പ്. ഇനി നമ്മൾ അവിടെ നിന്ന് ബസ് കയറിയിട്ട് പുൽപ്പള്ളി അല്ലെങ്കിൽ ബത്തേരി ഭാഗത്തേക്ക് പോകും കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുന്ന പരിപാടി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ പെരിക്കല്ലൂരിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.